ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ഇനി കിഴക്കേ പാലം കിടക്കാം ഭീതിയില്ലാതെ. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് നിലവിലുള്ള പാലത്തിനു സമീപം തോടിനു കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെ ടെൻഡർ നടപടികൾ തുടങ്ങി. പാലക്കാട് കുളപ്പുള്ളി പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ യാത്രക്കാരുടെ പ്രധാന ആശങ്ക എങ്ങനെ തിരക്കില്ലാതെ കിഴക്കേ ഒറ്റപ്പാലം പാലം കിടക്കുമെന്നതാണ്. വീതി കൂടിയതും മികച്ചതുമായ പാതയിലെ ഏറ്റവും ഇടുങ്ങിയ പാലമുള്ളത് ഇവിടെ മാത്രമാണ്. വർഷങ്ങളായി യാത്രക്കാർ അനുഭവിച്ചു പോരുന്ന ദുരിതത്തിന് പരിഹാരമായി നിലവിലുള്ള ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിന് സമീപം തോടിനു കുറുകെ നിർമ്മിക്കുന്ന കിഴക്കേ പാലത്തിന്റെ ടെൻഡർ നടപടികൾ തുടങ്ങി. 5,08,00,000 രൂപ ചിലവിലാണ് 50 മീറ്റർ നീളത്തിൽ പാലം നിർമ്മിക്കുക. നടപ്പാതയടക്കം 9 മീറ്റർ വീതി ഉണ്ടാകും. പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി 125 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കും. നിലവിലെ പാലത്തിന്റെ വടക്കുഭാഗത്ത് നിലകൊള്ളുന്ന 2 സ്മാരകങ്ങളെയും ബാധിക്കാത്ത വിധത്തിലാണ് പാലം വിഭാവനം ചെയ്തിട്ടുള്ളത്. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഈസ്റ്റ് ഒറ്റപ്പാലം തോടിനു കുറുകെയുള്ള കിഴക്കേ പാലത്തിനായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ടായി. കണ്ണേമ്പുറത്ത് പുതിയ പാലത്തിന്റെ ഉദ്ഘാടനം നടന്ന 2021-ലാണ്. എന്നാൽ ഇതോടൊപ്പം നിർമ്മിക്കാൻ പദ്ധതിയിട്ട കിഴക്കേ ഒറ്റപ്പാലം നിർമ്മാണത്തിലെ ആശയക്കുഴപ്പം മൂലമാണ് യാഥാർത്ഥ്യമാകാതെ അനിശ്ചിതാവസ്ഥ തുടർന്നത്. പ്രതീക്ഷയ്ക്ക് ജീവൻ നൽകി പുതിയ പാലം നിർമ്മിക്കാൻ 2021 സർക്കാർ അനുമതി ലഭിച്ചിരുന്നു. 4.18 കോടി രൂപയാണ് പാലം നിർമ്മാണത്തിന് അനുവദിച്ചത്. ഈസ്റ്റ് ഒറ്റപ്പാലം തോടിനു കുറുകെ നിലവിലെ പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കാനായിരുന്നു പദ്ധതി. ആദ്യം പാലത്തിന്റെ തെക്ക് ഭാഗത്ത് പുതിയ പാലം നിർമ്മിക്കാനെന്നായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. ഇത് ശ്രമകരമാകുമെന്ന് കണ്ടതോടെ വടക്കു ഭാഗത്തേക്ക് സ്ഥാനം മാറ്റി. ഇവിടെ 2 സാംസ്കാരിക നിലയങ്ങൾ നിലനിൽക്കെ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുമെന്നതായിരുന്നു ആ സമയം നേരിട്ട പ്രധാന പ്രശ്നം. ഈ കേന്ദ്രങ്ങൾ പൊളിക്കേണ്ടി വരുമെന്ന ഘട്ടം വന്നതോടെ അന്ന് സമർപ്പിച്ച രൂപരേഖ ഒഴിവാക്കുകയായിരുന്നു. പിന്നെയും വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നത്. ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകാത്തവർക്കെതിരെ നടപടിക്കൊരുങ്ങി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഹരിതകർമ്മസേന മാലിന്യം ശേഖരിക്കുന്നതിന് യൂസർ ഫീ നൽകാത്തവരിൽ നിന്ന് പിഴ ഈടാക്കാൻ ഒരുങ്ങി തദ്ദേശ വകുപ്പ്. അജൈവ മാലിന്യം കൃത്യമായി കൈമാറാത്ത വീടുകൾ, കെട്ടിടങ്ങൾ എന്നിവയുടെ ഉടമകൾക്ക് പിഴ ചുമത്താനാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വകുപ്പിന്റെ നിർദ്ദേശം. മാർച്ചിന് മുൻപായി വസ്തുനികുതിക്കൊപ്പം യൂസർ ഫീ നൽകാത്തവരിൽ നിന്ന് പിഴ ഈടാക്കാനാണ് ശ്രമം. എത്ര രൂപ എന്ത് മാനദണ്ഡ പ്രകാരം ഈടാക്കണമെന്ന കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉടൻ നിർദ്ദേശം ലഭിക്കും. പല ജില്ലകളിലും യൂസർ ഫീ കൃത്യമായി ലഭിക്കുന്നില്ലെന്ന കണ്ടെത്തലിനെ തുടർന്ന് പിഴ ഈടാക്കാൻ തീരുമാനിച്ചത്. സംസ്ഥാനത്താകെ 69% യൂസർ ഫീ ആണ് ഈടാക്കാൻ കഴിഞ്ഞത്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യൂസർ ഫീ പിരിവ് താരതമ്യേന കുറവുള്ളതെന്ന് തദ്ദേശ വകുപ്പ് അധികൃതർ പറയുന്നു. ഇവിടങ്ങളിൽ 50%-ലേറെ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. കണ്ണൂർ, ആലപ്പുഴ ജില്ലകളിൽ 80%-ലേറെയും യൂസർ ഫീ ശേഖരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 35,000-ഓളം ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്. ഇവർക്കുള്ള വരുമാനവും യൂസർ ഫീയിൽ നിന്നാണ് കണ്ടെത്തുന്നത്. നഗരസഭാ പ്രദേശങ്ങളിൽ വീടുകൾക്ക് 60 രൂപയും കെട്ടിടങ്ങൾക്ക് 150 രൂപയുമാണ് ഈടാക്കുന്നത്. പല സ്ഥാപനങ്ങളിലും പലപ്പോഴും വലിയ തോതിൽ അജൈവ മാലിന്യം നൽകാനുണ്ടാവില്ല. വളരെ കുറച്ചു മാലിന്യം മാത്രം കൈമാറുന്നതിനും 150 രൂപ നൽകണമെന്നതാണ് പല സ്ഥാപനങ്ങളിലും യൂസർ ഫീ നൽകാത്തതിന്റെ കാരണം. പലരും മാലിന്യം 2 മാസത്തിലൊരിക്കൽ എന്ന നിലയിലാണ് നൽകുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിലിനായി അപേക്ഷിക്കാം. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽരഹിതരായ ഉദ്യോഗാർത്ഥികൾക്ക് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായി, അതായത് ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കെസ്റു. അതിനുള്ള അർഹത ഉള്ള ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കണം. മാതൃഭാഷ എഴുതുവാനും വായിക്കുവാനും അറിയണം. പ്രായപരിധി 21 വയസ്സിനും 50 വയസ്സിനും മധ്യേ ആയിരിക്കണം. അപേക്ഷകർ വിദ്യാർത്ഥിയായിരിക്കാൻ പാടില്ല. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയരുത്. വായ്പാ തുക പരമാവധി 1 ലക്ഷം രൂപയാണ്. 20%, അതായത് 1 ലക്ഷം രൂപ ബാങ്ക് വായ്പയായിട്ട് അനുവദിക്കുകയാണെങ്കിൽ 20,000 രൂപ സബ്സിഡിയാണ്. അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ബാങ്കിലേക്ക് അടച്ചു കൊടുക്കുന്നതാണ്. തിരിച്ചടവും പലിശയുമെല്ലാം ബാങ്കിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും. ഒരാൾക്ക് 1 ലക്ഷം രൂപയാണ് ഈ പദ്ധതി പ്രകാരം വായ്പ ബാങ്കുകൾ കൊടുക്കുന്നത്. അതിൽ എവിടെയാണോ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ഏത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ആ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയി കെസ്റുവിൻ്റെ അപേക്ഷ നൽകാവുന്നതാണ്.
അപേക്ഷ നൽകുന്നതിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിൻ്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ വിശദാംശങ്ങൾ അപേക്ഷയിൽ രേഖപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ഇനി ഒരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ അനുസ്മരണം നടന്നു. 2016 പട്ടാൻകോട് ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ EK നിരഞ്ജനെ ജന്മനാട് അനുസ്മരിച്ചു. എളമ്പുലാശ്ശേരി മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റും കടമ്പഴിപ്പുറം ബ്ലോക്ക് എക്സ് സർവീസ് ലീഗ് കമ്മിറ്റിയും സംയുക്തമായി അനുസ്മരണ സമ്മേളനം നടത്തി. എളമ്പുലാശ്ശേരി സെന്ററിൽ നിന്നും നിരഞ്ജൻ സ്മൃതി മണ്ഡപത്തിലേക്ക് കാരാക്കുറിശി സർക്കാർ ഹൈസ്കൂളിലെ SPC കേഡറ്റുകളും വിമുക്ത ഭടന്മാരും നിരഞ്ജൻ ITIയിലെ വിദ്യാർത്ഥികളും നാട്ടുകാരും കരുണാകര EP സ്കൂളിലെ ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടുകൂടി റൂട്ട് മാർച്ച് നടത്തി. നിരഞ്ജൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്കു ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം BK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, നിരഞ്ജന്റെ കുടുംബാംഗങ്ങളായ EK സേതുമാധവൻ, EK ഹരികൃഷ്ണൻ, ദേവൻ പാലൂർ, വാർഡ് മെമ്പർ K രജിത, നിരഞ്ജൻ ITI പ്രിൻസിപ്പൽ പ്രജിത്, സുബേദാർ അനിൽകുമാർ, CS ശോഭ, സനോജ് മാസ്റ്റർ, സുരേഷ് തെക്കിൻതോട്ടം, ശിവശങ്കരൻ അരിക്കുടി, AK കുമാരൻ, VE ശ്രീനിവാസൻ, ഉണ്ണികൃഷ്ണൻ കിഴക്കേക്കര തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ട്രസ്റ്റ് ചെയർമാൻ P ഹരിഗോവിന്ദൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ എക്സ് സർവീസ് ലീഗ് സംസ്ഥാന സെക്രട്ടറി കൃഷ്ണകുമാർ വെന്മര നന്ദി രേഖപ്പെടുത്തി. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ തൊഴിൽ സഭ നടത്താനായെന്ന് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗംഗാധരൻ പറഞ്ഞു. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ തൊഴിൽ സംരംഭകത്വമായിട്ട് ബന്ധപ്പെട്ട് 5560 പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 18 വയസ്സിനും 59 വയസ്സിനും ഇടയ്ക്കുള്ളവർ. അങ്ങനെ വരുമ്പോൾ 9 തൊഴിൽ സഭ നടത്താനാണ് പഞ്ചായത്ത് തീരുമാനിച്ചത്. 18 വാർഡാണുള്ളത്. 2 വാർഡിനൊരു തൊഴിൽ സഭ എന്ന രീതിയിലാണ് അരനേരത്തെ സമയമെടുത്ത് തൊഴിൽ സഭ നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള തീയതികളിലായി 9 തൊഴിൽ സഭകളും നടത്തി പൂർത്തീകരിച്ചു. ഏതാണ്ട് 250 ആളുകൾ വന്നാലും പങ്കെടുക്കാൻ പറ്റുന്ന സൗകര്യമാണ് ഏർപ്പെടുത്തിയത്. പക്ഷേ പലരും ആ നിലയിലുള്ളൊരു ഹാജർ ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. 900-ലധികം ആളുകളാണ്, 1000-ൻ്റെ അടുത്ത ആളുകളാണ് ഈ 9 തൊഴിൽ സഭകളിലായിട്ട് പങ്കെടുത്തത്. 120 മുതൽ 60 ആൾ പങ്കെടുത്ത തൊഴിൽ സഭ നടന്നിട്ടുണ്ട്. ആ നിലയിൽ പൊതുവായി ഈ തൊഴിൽ സഭ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ് കിലി തയ്യാറാക്കിയിട്ടുള്ള അതിൻ്റെ 5 CD-കളുടെ ഒരു പ്രദർശനമാണ്. KDSC തയ്യാറാക്കിയിട്ടുള്ളൊരു CD, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രഭാഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു CD, അങ്ങനെ 5 CD-യാണ് ആളുകളുടെ അറിവിന് വേണ്ടി പ്രദർശിപ്പിച്ചത്. ആ CD-യായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തും രാജ്യത്തിന് പുറത്തും ഉള്ള തൊഴിൽ സാധ്യതകളെ സംബന്ധിച്ചുള്ള ഒരു അറിവും, സംരംഭം തുടങ്ങുമ്പോൾ എന്തെല്ലാം ചെയ്യണം, ഏത് മേഖലയിലാണ് സബ്സിഡി കൂടുതലുള്ള വായ്പ എടുക്കാൻ പറ്റുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു ധാരണയും പൊതുവായിട്ട് ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തൊഴിൽ സഭയിൽ പങ്കെടുത്ത ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ ഈ സംരംഭകത്വ വർഷത്തിൻ്റെ ഭാഗമായി ഒന്ന് വ്യവസായ താല്പര്യമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചിട്ട് നല്ല രീതിയിലുള്ളൊരു സെമിനാർ നടത്തി. ആ സെമിനാറിൻ്റെ ഭാഗമായി അതിൻ്റെ മുന്നോടിയായി ഈ പഞ്ചായത്ത് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന നാഷണലൈസ് ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവയുടെ മേധാവികളെ പങ്കെടുപ്പിച്ചിട്ടുള്ളൊരു യോഗം നടത്തി. അതിലൊരു കമ്മിറ്റി ഉണ്ടാക്കി. ആ സെമിനാറിൽ ബാങ്കിൻ്റെ
ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പങ്കെടുക്കുകയും വൈകുന്നേരം വരെ ഈ സംരംഭകരുമായിട്ട് ഒരു ചർച്ചയ്ക്കും ആവശ്യമായ ലോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇടപെടൽ ഉൾപ്പെടെ കനറ ബാങ്കിൻ്റെ മാനേജർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുണ്ട്. ആ നിലയിൽ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് അവർക്കും കൂടി സ്വീകാര്യമായ പ്രൊജക്റ്റുകൾ ചെല്ലുമ്പോൾ വേഗത്തിൽ വായ്പ പാസാക്കി കൊടുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പട്ടികജാതി വയോജന സമഗ്ര ആരോഗ്യ പദ്ധതിയുമായി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക ലക്ഷ്യമിട്ട് സമഗ്ര ആരോഗ്യ പദ്ധതിയുമായി ആലനല്ലൂർ ഗ്രാമപഞ്ചായത്ത്. പദ്ധതി പ്രകാരം വയോജനങ്ങൾക്ക് ചികിത്സയും വിവിധ ആയുർവേദ മരുന്നുകളും സൗജന്യമായി ലഭിക്കും. സൗജന്യ ചികിത്സയ്ക്കുള്ള കാർഡുകൾ പരിപാടിയിൽ വിതരണം ചെയ്തു. കൃത്യമായ ഇടവേളകളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുമെന്ന് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിന സത്താർ വ്യക്തമാക്കി. ഭാരതീയ ചികിത്സാ വകുപ്പ് മുഖേന പാലക്കാട് ജില്ലാ പഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷം നിർവഹണം നടത്തുന്ന SC വയോജന സമഗ്രാരോഗ്യ പദ്ധതി ജില്ലാ പഞ്ചായത്ത് അംഗം മെഹർബാൻ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ഡിസ്പെൻസറി ഹാളിൽ നടന്ന പരിപാടിയിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിന സത്താർ അധ്യക്ഷയായി. പരിപാടിയിൽ മെഡിക്കൽ ഓഫീസർ റഹിയാനത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബൂബക്കർ, വാർഡ് മെമ്പർമാരായ മുസ്തഫ, അബ്ദുൽ അലി മടത്തൊടി, ഫാർമസിസ്റ്റ് വർണ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. ഷൊർണൂർ നഗരസഭയിൽ വികസന ഫണ്ടുകൾ വകമാറ്റി ചിലവഴിച്ചെന്ന് പ്രതിപക്ഷ ആരോപണം. ഷൊർണൂർ നഗരസഭയുടെ 2019, 20, 2020, 2021 സാമ്പത്തിക വർഷങ്ങളിലെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ചേർന്ന കൗൺസിൽ യോഗമാണ് പ്രതിപക്ഷ ബഹളത്തിൽ കലാശിച്ചത്. SC ഫണ്ട് വിനിയോഗവും പല വിഭാഗങ്ങളിലെയും നികുതി പിരിക്കുന്നതിനെ ചൊല്ലിയും അംഗൻവാടി പോഷകാഹാരത്തിന്റെ ലാബ് റിപ്പോർട്ട് ഹാജരാക്കിയില്ലെന്നും അംഗീകൃതമല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് വികലാംഗ ഉപകരണങ്ങൾ വാങ്ങിയെന്നും ആരോപിച്ചാണ് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ തർക്കത്തിലേക്ക് വഴിവെച്ചത്. കരാറുകാരിൽ നിന്ന് തൊഴിൽ നികുതി പിരിച്ചില്ലെന്നും ആധാരമെഴുത്തുകാർ, സ്റ്റാമ്പ് വെണ്ടർമാർ എന്നിവയിൽ നിന്ന് തൊഴിൽ നികുതി വാങ്ങിയില്ല. റേഷൻ കടകൾ, അഭിഭാഷകർ എന്നിവിടങ്ങളിൽ നിന്നും തൊഴിൽ നികുതിയിൽ വീഴ്ച വരുത്തിയെന്നും വിനോദ നികുതി GST ഒടുക്കുന്ന എണ്ണത്തിന് ആനുപാതികമെന്ന് ഉറപ്പുവരുത്തിയില്ലെന്നും വിനോദ നികുതി രജിസ്റ്ററിൽ കൃത്യമല്ലെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നു. ഇക്കാര്യങ്ങളിൽ വ്യക്തമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകുമെന്ന് കൗൺസിലർമാരായ K കൃഷ്ണകുമാർ, TK ബഷീർ, പ്രവീൺ, T സീന, C സന്ധ്യ, ശ്രീകല, രാജൻ എന്നിവർ അറിയിച്ചു. ചിൽഡ്രൻസ് പാർക്കിംഗ്, ഫെൻസിംഗ്, SC ഫണ്ട് വകമാറ്റി നൽകിയതും സ്റ്റേഡിയം നിർമ്മാണത്തിന് ഏജൻസിയെ തെരഞ്ഞെടുത്തതിലെ കൃത്യവിലോപവും തുടങ്ങി അനാസ്ഥയുടെയും ധാർഷ്ട്യത്തിന്റെയും സാമ്പത്തിക ധൂർത്തിന്റെയും പര്യായമായി ഷൊർണൂർ നഗരസഭാ ഭരണം മാറിയെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ഷൊർണൂർ വിജയൻ പറഞ്ഞു. ഷൊർണൂർ നഗരസഭയുടെ കഴിഞ്ഞ ഭരണസമിതിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് വളരെയധികം ക്രമക്കേടുകൾ നിറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പട്ടികജാതി വിഭാഗത്തിന് ഉപകരിക്കേണ്ട ഫണ്ടുകൾ പോലും ജനറൽ വിഭാഗത്തിലേക്ക് വകമാറ്റി ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ പട്ടികജാതി വിഭാഗത്തോട് ചെയ്ത ക്രൂരതയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. മാത്രമല്ല, ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ സഹായത്തിന് വേണ്ടി പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹെൽപ്പ് സെൻറ്റർ പോലും ഇതുവരെ കസേരയൊക്കെ 10,000 രൂപയ്ക്ക് വാങ്ങിയിട്ടിട്ട് പ്രവർത്തനം ആരംഭിച്ചില്ല എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ നഗരസഭ ശമ്പളം കൊടുക്കാൻ പോലും പൈസയില്ല. നികുതി പിരിക്കാൻ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള തൊഴിൽ നികുതി അടക്കം പിരിക്കുന്ന കാര്യത്തിൽ വലിയ അലംഭാവം. നിരവധി പിരിച്ചെടുക്കേണ്ട വൻ തുകകൾ പോലും പിരിച്ചെടുക്കാതെ അത് മുഴുവൻ നഷ്ടപ്പെടുത്തുകയാണ് നഗരസഭ. നിർമ്മാണ പ്രവർത്തനങ്ങൾ, റോഡ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ തിരിമറികളും ആകെ ഉദ്യോഗസ്ഥർ ചെയ്ത കെടുകാര്യസ്ഥ അത് ഭരണസമിതി അറിയാതെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ്. മൊത്തത്തിൽ ഇത് ജനവിരുദ്ധമായിട്ടുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ കാലങ്ങളിലും. ഇനി ഇന്നും അങ്ങനെയാണോ എന്നുള്ള അടുത്ത ഓഡിറ്റ് വരുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ രഹസ്യമായി ഉദ്യോഗസ്ഥരും ഭരണ നേതാക്കളും കൂടി കാണിച്ചു കൂട്ടുന്ന വിക്രിയകൾ ഷൊർണൂരിൻ്റെ വികസനത്തിന് തന്നെ മുരടിപ്പ് ഉണ്ടാക്കുന്നതാണെന്നാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ, ഈ 2 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ.
നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മങ്കര ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മങ്കര ഗ്രാമപഞ്ചായത്തിലെ വെള്ള റോഡുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ നിർവഹിച്ചു. തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ തന്നെ രാവിലെ മുതൽ കഞ്ഞിക്കോട്ടുള്ള ടീം വന്നാൽ അവർ 60 ആളുകളെയാണ് ചികിത്സിക്കുക. അപ്പോൾ ഈ മൂലമാണ് മനസ്സിലാകും. 60 ആളുകളെ ടെസ്റ്റ് ചെയ്ത് അതിലാരെങ്കിലും ഇങ്ങനെ രോഗത്തിൻ്റെ ലക്ഷണമോ മറ്റോ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും അവരെ ചികിത്സിക്കുക, പെട്ടെന്ന് കണ്ടെത്തി ചികിത്സിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഫണ്ട് അനുവദിച്ചത്. പറയാം, ഇവിടെ 7 പഞ്ചായത്തുകളിലായി ഡയാലിസിസ് പ്രൊജക്റ്റ് ഇപ്പോൾ നടപ്പാക്കാൻ കഴിയാതെ പിൻവലിക്കേണ്ടി വന്നു. കാരണം ഡയാലിസിസ് ഒരുപാട് ആളുകൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുന്നവരുണ്ട്, ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിബന്ധന പ്രകാരം 4 പ്രാവശ്യത്തേക്ക് അല്ലെങ്കിൽ 1 പ്രാവശ്യമായിട്ട് വെച്ച് 4 പ്രാവശ്യത്തേക്ക് കൊടുക്കാം എന്നായിരുന്നു. പക്ഷേ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ അതിൻ്റെ അതാണ് ചെയ്യാൻ പാടുള്ളൂ എന്നതുകൊണ്ടാണ് അത് ഉപേക്ഷിക്കേണ്ടി വന്നത്. കാരണം ഇവർക്കൊക്കെ തന്നെ പരമാവധി എല്ലാവർക്കും ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഉള്ളതുകൊണ്ട് അപ്പോൾ അവർക്ക് തന്നെ അത് ഉപയോഗപ്പെടുത്തും. അതുകൊണ്ട് ഇങ്ങനെ പ്രൊജക്റ്റ് വേണ്ട എന്നതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രൊജക്റ്റ് കൂടി നമുക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ JPHM പുഷ്പരാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MN വസന്തകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസാദ്, പഞ്ചായത്ത് അംഗം MB രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. ആശാവർക്കർമാർ, അംഗൻവാടി വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മലമ്പുഴ ഗവൺമെന്റ് ITIയിൽ ദ്യുതി 23 എന്ന പേരിൽ സംഘടിപ്പിച്ച NSS ക്യാമ്പ് സമാപിച്ചു. മലമ്പുഴ സർക്കാർ ITIയിലെ NSS യൂണിറ്റ് ആനക്കര സർക്കാർ ട്രൈബൽ ഹൈസ്കൂളിൽ ദ്യുതി 23 എന്ന പേരിൽ സംഘടിപ്പിച്ച സപ്തദിന ലഹരി സഹവാസ ക്യാമ്പ് ലഹരിമുക്ത കേരളം എന്നായിരുന്ന ക്യാമ്പിന്റെ മുദ്രാവാക്യം. ക്യാമ്പിന്റെ ഭാഗമായി ഗോത്രജീവിതത്തെ എടുത്തറിയാൻ സാധിക്കുന്ന രീതിയിൽ ആനക്കൽ മേഖലയിലെ വിവിധ ഊരുകളിലെ ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ നടത്തി. ഭരണഘടനയിലെ സമത്വം എന്ന വിഷയത്തിൽ സ്കൂൾ ഹെഡ് മിസ്റ്റർ സ്വപ്നകുമാരി, തുടർ സാക്ഷരതാ പ്രവർത്തനം എന്ന വിഷയത്തിൽ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് സെക്രട്ടറി PV പാർവതി, സാക്ഷരതാ പ്രവർത്തകനും റിട്ടയർഡ് പ്രിൻസിപ്പളുമായ ജയരാജ് എന്നിവർ ക്ലാസ് എടുത്തു. ക്യാമ്പിന്റെ ഭാഗമായി നാടകപ്രവർത്തകൻ ജയപ്രകാശ് അന്തിക്കാടിന്റെ നാടക ശില്പശാലയും ആനക്കൽ മേഖലയിൽ NSS വളണ്ടിയർമാരുടെ ലഹരി വിരുദ്ധ വിളംബര ജാഥയും ഉണ്ടായിരുന്നു. 50 വളണ്ടിയർമാരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സമാപന സമ്മേളനം PTA പ്രസിഡന്റ് വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. ITI ജൂനിയർ സൂപ്രണ്ട് V ലക്ഷ്മി പ്രഭ, ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ TV ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ചരിത്രത്തിൽ ഇന്ന് ഐസക് ന്യൂട്ടൺ ജന്മദിനം. ഭൗതിക ശാസ്ത്രജ്ഞനും ഗണിതജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും തത്വചിന്തകനും ആൽക്കിമിസ്റ്റും ദൈവശാസ്ത്രജ്ഞനുമായിരുന്നു സർ ഐസക് ന്യൂട്ടൺ. 1687 പുറത്തിറക്കിയ ഭൂഗുരുത്വാകർഷണം, ചലന നിയമങ്ങൾ എന്നിവയെ വിശദീകരിക്കുന്ന പ്രിൻസിപ്പിയ എന്ന ഗ്രന്ഥം ബലതന്ത്രത്തിന്റെ അടിസ്ഥാനശിലയായി കണക്കാക്കപ്പെടുന്നു. തുടർന്നുള്ള 3 നൂറ്റാണ്ടുകളിൽ ഭൗതിക പ്രപഞ്ചത്തിന്റെ ശാസ്ത്രീയ വീക്ഷണം ഈ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. ഭൗമോപരിതലത്തിലുള്ള വസ്തുക്കളുടെയും ആകാശഗോളങ്ങളുടെയും ചലനം ഒരേ പ്രകൃതി നിയമങ്ങൾ അനുസരിച്ചാണെന്ന് അദ്ദേഹം തെളിയിച്ചു. പ്രകാശത്തിന്റെ കണികാ സ്വഭാവം വ്യക്തമാക്കുന്ന കണികാ സിദ്ധാന്തവും അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ഗണിതത്തിൽ കലന സമ്പ്രദായങ്ങളുടെ വളർച്ചയ്ക്ക് അദ്ദേഹം നിസ്തുലമായ സംഭാവനകൾ നൽകി. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനശക്തിയുള്ള ശാസ്ത്രപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐസക് ന്യൂട്ടനാണ്. ലോക ചരിത്രത്തെ ഏറ്റവും സ്വാധീനിച്ച 100 വ്യക്തികളുടെ ഹ്രസ്വ ചരിത്രമാണ് ദ 100 എന്ന പേരിൽ മൈക്കിൾ ഹാർട്ട് 1978 പ്രസിദ്ധീകരിച്ച പുസ്തകം. ഈ പട്ടികയിൽ 2ാം സ്ഥാനം ന്യൂട്ടനാണ്. ആദ്യത്തെ പ്രാക്ടിക്കൽ റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് നിർമ്മിച്ചതും പ്രഭു പദവി ലഭിച്ച 2ാമത്തെ ശാസ്ത്രജ്ഞനും കാൽക്കുലസിന്റെ പിതാവെന്നറിയപ്പെടുന്നതും ന്യൂട്ടൻ തന്നെയാണ്. ശാസ്ത്രത്തിന്റെ ആദരവോടെ ശവമടക്കപ്പെട്ട ആദ്യ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനും ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടന്റെ പേരിൽ അറിയപ്പെടുന്നു. ആപ്പിളിനെ താഴേക്ക് വീഴാൻ സഹായിക്കുന്ന ബലം തന്നെയാണോ ചന്ദ്രനെ അതിന്റെ സഞ്ചാരപഥത്തിൽ പിടിച്ചു നിർത്തുന്നതെന്ന ആലോചനയായി ന്യൂട്ടൻ. കാരണം അന്നുവരെ നിലനിന്നിരുന്ന അരിസ്റ്റോട്ടിലിന്റെ കനത്ത വാദങ്ങൾക്ക് എതിരായിരുന്നു.
അത് പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം 2 തരം നിയമങ്ങൾ അനുസരിക്കുന്നതായി അരിസ്റ്റോട്ടിൽ പ്രവചിച്ചിരുന്നു. ഭൂമിയിലെ വസ്തുക്കൾ ഒരുതരം നിയമങ്ങളും ആകാശത്തിലെ ഗോളങ്ങൾ മറ്റൊരു തരം നിയമങ്ങളും അനുസരിക്കുന്നു. ആകാശത്തും ഭൂമിയിലും ഒരേ നിയമം അനുസരിക്കപ്പെടുന്നുവെന്ന് ന്യൂട്ടൺ ചിന്തിച്ചപ്പോൾ അത് പുതിയ ആശയവിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നു. അങ്ങനെ 1666 ന്യൂട്ടൺ ഗുരുത്വാകർഷണ നിയമം പ്രഖ്യാപിച്ചു. എന്നാൽ ചന്ദ്രൻ്റെ സഞ്ചാരപഥത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അത് ന്യൂട്ടൻ്റെ കണക്കുകൂട്ടലിൽ നിന്നും അല്പം വ്യത്യാസമായിരുന്നു. അതിനാൽ ന്യൂട്ടൺ ഭാഗികമായി വികസിപ്പിച്ചെടുത്തതിൻ്റെ ഗുരുത്വാകർഷണ നിയമം തൽക്കാലം മാറ്റിവെച്ചു. പ്രകാശത്തിൻ്റെ ഘടനയെക്കുറിച്ചായിരുന്നു പിന്നീട് ന്യൂട്ടൻ്റെ പഠനങ്ങൾ. നിറങ്ങളെക്കുറിച്ച് ബോയിൽ എഴുതിയ പുസ്തകങ്ങളും ക്ലെപ്പറുടെ എഴുത്തുകളും ന്യൂട്ടനെ വല്ലാതെ സ്വാധീനിച്ചു. ഒരു പ്രിസത്തിലൂടെ പ്രകാശകിരണം കടത്തിവിടുമ്പോൾ പ്രിസം നിറങ്ങൾ ഉൽപ്പാദിക്കുന്നതായി ബോയിൽ പ്രസ്താവിച്ചത് ന്യൂട്ടന് സ്വീകാര്യമായില്ല. അദ്ദേഹം പരീക്ഷണങ്ങളിലൂടെ അത് തെറ്റാണെന്ന് തെളിയിച്ച് മറ്റൊരു പ്രിസം തിരിച്ചുവെച്ച് ആദ്യത്തെ പ്രിസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിറങ്ങളെ വീണ്ടും കൂട്ടിയോജിപ്പിച്ച് ആദ്യത്തെ പ്രകാശം തന്നെ സൃഷ്ടിച്ചു. പ്രിസം കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ന്യൂട്ടന് വലിയ പ്രസിദ്ധി നേടിക്കൊടുത്തു. ന്യൂട്ടൺ തൻ്റെ 29ാമത്തെ വയസ്സിൽ കേംബ്രിഡ്ജിൽ ലുക്കേഷ്യൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് ആയി. ഇതിൻ്റെയൊക്കെ പരിസമാപ്തിയായി 1668 പ്രതിഫലന ടെലിസ്കോപ്പ് നിർമ്മിച്ചു. ന്യൂട്ടൻ്റെ പ്രശസ്തി ഉയർന്നതോടെ 1672 റോയൽ സൊസൈറ്റി അദ്ദേഹത്തെ പ്രഭാഷണത്തിന് ക്ഷണിച്ചു. 1672 മുതൽ 1676 വരെ റോയൽ സൊസൈറ്റിക്ക് അയച്ചു കൊടുത്ത പ്രഭാഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും എല്ലാം സംഗ്രഹമാണ് അദ്ദേഹം 1704 പ്രസിദ്ധീകരിച്ച ഓപ്റ്റിക്സ് എന്ന പുസ്തകം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.